ഇലക്ട്രിക് ബസ് ലാഭകരമെന്ന വാദം തെറ്റാണെന്ന് TDF. ചെലവിന്റെ പ്രധാന വിവരങ്ങൾ മാനേജ്മെന്റ് മറച്ചുവെക്കുകയാണെന്ന് TDF വർക്കിംഗ് പ്രസിഡന്റ് M. വിൻസെന്റ് MLA. 50 ബസ്സുകൾ വാങ്ങിയതിന്റെ പർച്ചേസ് ഓർഡർ മാനേജ്മെന്റ് പുറത്തുവിട്ടിട്ടില്ല. നിയമസഭയിൽ ഇതേക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചിട്ടും മാനേജ്മെന്റിന് ഉത്തരമില്ല. കോടികളുടെ നഷ്ടം വരുന്ന പരിഷ്കാരങ്ങളാണ് KSRTCയിൽ നടക്കുന്നതെന്നും TDF ആരോപിച്ചു. KSRTC കിഫ്ബി വായ്പ എടുത്ത് വാങ്ങിയ 50 ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം മന്ത്രി പറഞ്ഞത് ശരിയാണ്. ഇത് KSRTCക്ക് നഷ്ടമുണ്ടാകും. KSRTCയുടെ സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിപ്പിക്കും. പിന്നെ നമുക്ക് സാമൂഹ്യമായി അതിൻ്റെ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് മറ്റു കാര്യങ്ങളെല്ലാം വേറെയാണ്. KSRTCയുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ അതാണ് ആദ്യമായി പറഞ്ഞത്, KSRTCയുടെ പ്രധാനപ്പെട്ടതും ഒറ്റ വിഷയം സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധി അഗ്രവേറ്റ് ചെയ്യുന്ന നടപടിയാണ് ഈ 50 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയതിലൂടെ നടത്തിയിരിക്കുന്നത്.